തരം നന്മകളാൽ നാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതായി 23-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നു. യഹോവ നമ്മുടെ വലത്തുവശത്തും പച്ചയായ പുൽപ്പുറം നമുക്ക് കീഴെയും സ്വസ്ഥതയുള്ള വെള്ളം നമുക്ക് അരികെയും ഒരുക്കപ്പെട്ട മേശ നമുക്ക് മുൻപിലും അഭിഷേക തൈലം നമുക്ക് മുകളിലും നന്മയും കരുണയും പുറകിലും നൽകി ദൈവം വലിയ ഒരു സംരക്ഷണ വലയം തീർത്തിരിക്കുന്നു. ഇവ ഓരോന്നിനെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് നോക്കാം. ഒന്ന്, യഹോവ നല്ല ഇടയനാകുന്നു. ഇടയനായ ദൈവം കരുതുന്ന ദൈവമാണ്. അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ കൊണ്ടുപോയപ്പോൾ ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞു, യഹോവ ഇരേ, അഥവാ യഹോവ കരുതിക്കൊള്ളും. ഇസ്രായേലിനെ അമാലേക്യർ വന്ന് ആക്രമിച്ചപ്പോൾ യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് മോശ ഉറച്ചു വിശ്വസിച്ചു. ഇങ്ങനെ പറഞ്ഞു, യഹോവ നിസി, അഥവാ യഹോവ എൻ്റെ ജയക്കൊടി എന്ന് പറഞ്ഞു. ഇടയനായ യഹോവ സദാസമയവും നമുക്ക് വേണ്ടി പോരാടുവാൻ കൂടെയുള്ളതുകൊണ്ട് യഹോവ നിസി എന്ന് നമുക്കും ധൈര്യമായി പറയാം. ജീവിതത്തിൽ നമ്മുടെ ഇടയൻ സമാധാനദാതാവായി കടന്നു വരും. മിദ്യാന്യർ ഇസ്രായേലിനെ പീഡിപ്പിച്ച് അവരുടെ കൃഷിഫലങ്ങളും മൃഗസമ്പത്തും കൊള്ളയടിച്ചു. ഒട്ടും സമാധാനമില്ലാതെ ഇസ്രായേല്യർ കഴിഞ്ഞപ്പോൾ യഹോവ എന്ന ഇടയൻ സമാധാനദാതാവായി കടന്നു വന്ന് മിദ്യാന്യരെ തോൽപ്പിച്ച് ഇസ്രായേൽ ജനത്തിന് സമാധാനം നൽകി. ഗിദെയോൻ പണിത യാഗപീഠത്തിന് യഹോവ ഷലോം, അഥവാ യഹോവ സമാധാനം എന്ന് പേരിട്ടു. നമ്മുടെ ജീവിതത്തിൽ പലവിധ യുദ്ധങ്ങളാൽ നാം വലയുമ്പോൾ ഇടയൻ നമ്മോടുകൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആട് ഇഷ്ടപ്പെടുന്ന ഏറ്റവും അനുയോജ്യമായ ആഹാരമാണ് പച്ചപ്പുല്ല്. ആടിനെ പുറത്ത് പ്രവേശിപ്പിച്ചാൽ അത് ഓടി നടന്ന് പുല്ല് തിന്നും. ഒരു സ്ഥലത്തു നിന്ന് കുറച്ച് സമയം തിന്ന് വയറ് നിറയുമ്പോൾ തളർന്നു കിടക്കും. പിന്നീട് കിടന്നിടത്ത് കിടന്ന് കിട്ടാവുന്നത് തിന്നുകൊണ്ടിരിക്കും. അത് തൃപ്തിയായതിൻ്റെ അടയാളമാണ്. നമ്മുടെ ഇടയൻ നമ്മെ തൃപ്തിയായി നടത്തുന്ന വിധമാണ് പച്ച പുൽപ്പുറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആടിന് ഏറ്റവും ഇഷ്ടം സ്വസ്ഥതയുള്ള വെള്ളമാണ്. ആടിന് കലക്ക വെള്ളമോ ശക്തിയുള്ള ഒഴുക്കുള്ള വെള്ളമോ ഇഷ്ടമല്ല. തൻ്റെ ജനത്തെ ദൈവം ആത്മീയമായും ഭൗതികമായും വഴി നടത്തുന്നു. ജലം ശരീരത്തിൻ്റെ ദാഹം ശമിപ്പിക്കുന്നു, ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. കർത്താവാകുന്ന ജലം നമ്മുടെ ആത്മീയ ദാഹം മാറ്റി നമ്മെ ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തുന്നു. ദൈവം ശത്രുക്കളുടെ മുൻപിൽ നമുക്ക് മേശ ഒരുക്കുന്നവനാണ്. എവിടെയാണോ നാം നിന്ദിക്കപ്പെടുന്നത് അവിടെ നമ്മെ ഉയർത്തുന്നവനാണ്. മേശ കൂട്ടായ്മയുടെ ഒരു ചിത്രമാണ് എന്ന് യേശു നമുക്ക് പറഞ്ഞു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 3:20 പറയുന്നു. ക്രിസ്തുവുമായുള്ള ഒരു കൂട്ടായ്മയാണ് മേശ. യഹോവ നമുക്കായി മേശ ഒരുക്കുന്ന നല്ല ഇടയനാണ്. എണ്ണ ശക്തിയെ കാണിക്കുന്നു. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു, അഭിഷേകത്തിൻ്റെ എണ്ണ. 92-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. എണ്ണ ഉന്മേഷം തരുന്നതാണ്. യേശു പറഞ്ഞു, നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. മത്തായി സുവിശേഷം 6:17. എണ്ണ ഔഷധമാണ്. ശമരിയക്കാരൻ എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവ് കെട്ടി. എണ്ണ പദവിയെ കാണിക്കുന്നു. രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ എന്നിവരെ അഭിഷേകം വഴിയാണ് അവരോധിക്കുന്നത്. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരുന്ന ഒരു അനുഭവം.
ജീവിതകാലം മുഴുവനും നമുക്ക് നന്മയും കരുണയും വാരിക്കോരി നൽകുന്നവനാണ് നമ്മുടെ ദൈവം. മാത്രമല്ല, നമ്മെ നിത്യഭവനത്തിലേക്ക് എത്തിക്കുന്ന ശ്രേഷ്ഠ ഇടയനാണ് നമ്മുടെ ദൈവം. ജീവിതത്തിൽ കൂരിരുൾ താഴ്വരയിലൂടെ നടക്കുമ്പോൾ ഞാനില്ലേ നിന്റെ ചാരെ എന്ന് പറഞ്ഞ് ഇടയൻ കൂടെയിരിക്കുന്നു. ശത്രുക്കളുടെ കരങ്ങളിൽ അകപ്പെടുമ്പോൾ ഇടയനായിട്ടല്ല, യഹോവയുടെ സിംഹമായിട്ട് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. സകല നന്മകൾ കൊണ്ടും കരുണകൾ കൊണ്ടും നമ്മെ പൊതിഞ്ഞ് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നവനാണ് നമ്മുടെ നല്ല ഇടയനായ കർത്താവ്. സ്വർഗീയ ഭവനത്തിൽ എന്നും സാക്ഷാൽ ഇടയനായ കർത്താവിൻ്റെ കൂടെ നിത്യമായി വസിക്കുവാനുള്ള ഭാഗ്യകരമായ അനുഭവമാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അതെത്രയോ ആനന്ദകരമാണ്. ആയത് ലഭിക്കുവാൻ ചില കൂരിരുൾ താഴ്വരയിൽ കൂടി കടക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഭയപ്പെടേണ്ട, ഇടയൻ കൂടെയുണ്ട്. ആ നല്ല ഇടയനിൽ വിശ്വസിച്ച് നമുക്ക് അവനെ അനുഗമിക്കാം. അവർ ആനന്ദത്തോടെ ഇങ്ങനെ പറയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com